തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ പെൺകുട്ടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ്. പ്രതിയെ രാവിലെ 11 മണിയോടെ റെയിൽവേ പോലീസ് തെളിവെടുപ്പിനായി വർക്കലയിൽ എത്തിച്ചു. വർക്കല റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ആദ്യം പ്രതിയെ എത്തിച്ചത്. തുടർന്ന് അയന്തി പാലത്തിന് സമീപത്തെ റെയിൽവേ ട്രാക്കിലും തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി അഭിലാഷ് ആറ്റിങ്ങിൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ തെളിവെടുപ്പ് പൂർത്തിയായോ? അപ്പം ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടിയാണ് പ്രതിയായ സുരേഷ് കുമാറിനെ തെളിവെടുപ്പിന് വേണ്ടി വർക്കലയിൽ എത്തിച്ചത്. വർക്കലയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ട്രെയിൻ വന്ന ദിശ സംബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് റെയിൽവേ പോലീസ് ചോദിച്ചത്. അതിനുശേഷം ഈ പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിട്ട ആ ഭാഗത്ത് അയന്തി പാലത്തിന് സമീപത്ത് ഈ പ്രതിയെ എത്തിച്ച ശേഷം ഈ ഭാഗം ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യങ്ങളും മറ്റും ചോദിച്ചു. എന്നാൽ ഇരുട്ടായിരുന്നത് കൊണ്ട് ഇതൊന്നും വ്യക്തമായിരുന്നില്ല എന്നുള്ള മറുപടിയാണ് പ്രതി നൽകിയത്. അതിനുശേഷമാണ് വർക്കലയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. ഈ തെളിവെടുപ്പിൽ ഇതെങ്ങനെയാണ് ഇയാൾ മർദ്ദിച്ചത്, അത്തരം മറ്റു കാര്യങ്ങൾ? കാരണം ഈ ശ്രീകുട്ടിയുടെ കൂട്ടുകാരിയെയും തള്ളിയിടാൻ ശ്രമിച്ചിരുന്നല്ലോ. ഇന്നലെയാണ് ആ തള്ളിയിടാൻ ശ്രമിച്ചപ്പോൾ ആ കൂട്ടുകാരിയെ കൈപിടിച്ച് കയറ്റിയ രക്ഷിച്ച ബീഹാർ സ്വദേശിയെ കണ്ടെത്താൻ കഴിഞ്ഞതൊക്കെ ആ കേസിലൊരു പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ്. ഇനി കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി ഇതിൽ എന്തൊക്കെ നടപടികളായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക, അഭിലാഷ്? തീർച്ചയായിട്ടും ടോം, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് തെളിവെടുപ്പ് ആദ്യം നടന്നത്. അതിനുശേഷമാണ് ഇന്ന് വർക്കലയിലേക്ക് എത്തിയത്. വർക്കലയിലെ തെളിവെടുപ്പോട് കൂടി ഇത് ഏകദേശം പൂർത്തിയായി എന്നതിൽ തന്നെയാണ് പോലീസ് അറിയിച്ചത്. ഇനി ഈ കേസുമായി സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് സംബന്ധിച്ച് അത് മറ്റേ ഉള്ള ഒരു തെളിവ് ശേഖരിക്കലും തുടർന്ന് കോടതിയിലേക്ക് കേസ് കൈമാറലായിരിക്കും നടക്കുക. ടോം, ഈ കേസിൽ നിലവിൽ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട സാക്ഷികൾ? കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ബീഹാർ സ്വദേശി, അതായത് ആ ചുവപ്പ് ഷർട്ടിട്ട ആളെ കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ആരുടെയും പ്രശംസയൊന്നും പിടിച്ചു പറ്റാതെ, കയ്യടി വാങ്ങാതെ ഇയാൾ, അതായത് ഈ സഹായിച്ച വ്യക്തി, ഈ പ്രതിയെ പിടികൂടാൻ നിർണായക പങ്ക് വഹിച്ച സാക്ഷി ബീഹാർ സ്വദേശി കടന്നു കളയുന്നൊരു സാഹചര്യമുണ്ടായി. ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷി കൂടിയാണ്. ഈ കേസിൽ നിലവിൽ മറ്റാരൊക്കെയാണ് സാക്ഷികളായിട്ടുള്ളതും? ടോം, ഈ കേസിൽ പ്രധാനമായും സാക്ഷിയായിരിക്കുന്നത് ഈ ശ്രീകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന തന്നെയാണ്. അർച്ചനയാണ് ഈ പ്രതിയെ തിരിച്ചറിയൽ പരേഡിൽ തിരിച്ചറിഞ്ഞത്. അത് സംബന്ധിച്ച് അപ്പൊ ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് അർച്ചന തന്നെയായിരിക്കും. ബീഹാർ സ്വദേശി ആണ്. ഈ അർച്ചനയും കൂടി ഈ പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടി പ്രതി ശ്രമിച്ചിരുന്നതായി പറയുന്നു. ആ സമയം അർച്ചനയെ കൈപിടിച്ച് ഈ ട്രെയിനിനകത്തേക്ക് നിർത്തിയത് ഈ ബീഹാർ സ്വദേശിയാണ്. അപ്പൊ ബീഹാർ സ്വദേശിയും ഇതിൽ കൃത്യമായും ഒരു സാക്ഷി, പ്രധാന സാക്ഷി സ്ഥാനത്ത് തന്നെ വരും. എന്തായാലും അർച്ചന തന്നെയാണ് ഇതിൽ പ്രധാന സാക്ഷിയായിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും ഇനിയുള്ള കോടതി നടപടികളിലേക്കും കടക്കുന്ന സമയത്ത് ഘട്ടത്തിലുണ്ടാകുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് ഏകദേശം ഈ വർക്കല തെളിവെടുപ്പ് ഈ ട്രെയിനിന്റെ ദിശ സംബന്ധിച്ചും ഈ ഭാഗം പ്രതിക്ക് ഓർമ്മയുണ്ടോ എന്ന് സംബന്ധിച്ചുമൊക്കെയുള്ള ഒരു രീതിയിലുള്ള തെളിവെടുപ്പാണ് നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ഇങ്ങനെ തള്ളിയിട്ടു എന്നുള്ള രീതിയിലുള്ള അന്വേഷണം, ഒരു തെളിവെടുപ്പ് പെൺകുട്ടിക്ക് പകരം പോലീസുകാരെ നിർത്തിക്കൊണ്ട് പെൺകുട്ടി പുറത്തേക്ക് ചവിട്ടിയിട്ട രീതി ഉൾപ്പെടെ പ്രതി വളരെ ഒരു ഭാവഭേദവുമില്ലാതെയാണ് പോലീസിനോട് വിശദീകരിച്ചത്. എന്തായാലും ഈ തെളിവെടുപ്പ് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞ പോലീസ് ഇനി കോടതിയിൽ കേസിന്റെ വിവരങ്ങൾ സമർപ്പിക്കുകയും തുടർ നടപടികളിലേക്ക് പോവുകയായിരിക്കും.